എമ്മാനുവേ യേശുനാഥ എൻ ഹൃത്തിൽ വന്നു പിറന്നിടണേ. എമ്മാനുവേ യേശുനാഥ എൻ ഹൃത്തിൽ വന്നു പിറന്നിടണേ. ലോകത്തിൻ പാപം നീക്കും കുഞ്ഞാടേ ജീവന്റെ അപ്പമായി വന്നിടണേ. ലോകത്തിൻ പാപം നീക്കും കുഞ്ഞാടേ ജീവന്റെ അപ്പമായി വന്നിടണേ. ഭക്തനായ ദൈവമേ നിത്യപിതാവേ സമാധാന രാജാവേ സ്തുതിച്ചിടുന്നു. ശക്തനായ ദൈവമേ നിത്യപിതാവേ സമാധാന രാജാവേ സ്തുതിച്ചിടുന്നു. എമ്മാനുവേ യേശുനാഥ എൻ ഹൃത്തിൽ വന്നു പിറന്നിടണേ. എമ്മാനുവേ യേശുനാഥ എൻ ഹൃത്തിൽ വന്നു പിറന്നിടണേ. ആടുകൾക്കു വാതിലായ നല്ലിടയ നിത്യജീവനേകിടുന്ന ദൈവപുത്ര. ആടുകൾക്കു വാതിലായ നല്ലിടയ നിത്യജീവനേകിടുന്ന ദൈവപുത്ര. കർത്താവും അവിടുന്നു ദൈവവും അവിടുന്നു ആദിയും അന്ത്യവുമാം യഹോവയേ. കർത്താവും അവിടുന്നു ദൈവവും അവിടുന്നു ആദിയും അന്ത്യവുമാം യഹോവയേ. ശക്തനായ ദൈവമേ നിത്യപിതാവേ സമാധാന രാജാവേ സ്തുതിച്ചിടുന്നു. ശക്തനായ ദൈവമേ നിത്യപിതാവേ സമാധാന രാജാവേ സ്തുതിച്ചിടുന്നു. എമ്മാനുവേ യേശുനാഥ എൻ ഹൃത്തിൽ വന്നു പിറന്നിടണേ. എമ്മാനുവേ യേശുനാഥ എൻ ഹൃത്തിൽ വന്നു പിറന്നിടണേ. പരിശുദ്ധനായൊരു മണവാളനെ ദൈവത്തിൽ നിന്നു വന്ന ഏകജാതനെ. പരിശുദ്ധനായൊരു മണവാളനെ ദൈവത്തിൽ നിന്നു വന്ന ഏകജാതനെ. ജീവന്റെ വൃക്ഷമേ ഉഷകാല നക്ഷത്രമേ അന്ത്യവിധിയാളനായ മനുഷ്യപുത്ര. ജീവന്റെ വൃക്ഷമേ ഉഷകാല നക്ഷത്രമേ അന്ത്യവിധിയാളനായ മനുഷ്യപുത്ര. ശക്തനായ ദൈവമേ നിത്യപിതാവേ സമാധാന രാജാവേ സ്തുതിച്ചിടുന്നു. ശക്തനായ ദൈവമേ നിത്യപിതാവേ സമാധാന രാജാവേ സ്തുതിച്ചിടുന്നു. എമ്മാനുവേ യേശുനാഥ എൻ ഹൃത്തിൽ വന്നു പിറന്നിടണേ. എമ്മാനുവേ യേശുനാഥ എൻ ഹൃത്തിൽ വന്നു പിറന്നിടണേ. ലോകത്തിൻ പാപം നീക്കും കുഞ്ഞാടേ ജീവന്റെ അപ്പമായി വന്നിടണേ. ലോകത്തിൻ പാപം നീക്കും കുഞ്ഞാടേ ജീവന്റെ അപ്പമായി വന്നിടണേ. ശക്തനായ ദൈവമേ നിത്യപിതാവേ
പിതാവേ, സമാധാന രാജാവേ സ്തുതിച്ചിടുന്നു. ശക്തനായ ദൈവമേ നിത്യനാം പിതാവേ, സമാധാന രാജാവേ സ്തുതിച്ചിടുന്നു. ശക്തനായ ദൈവമേ നിത്യനാം പിതാവേ, സമാധാന രാജാവേ സ്തുതിച്ചിടുന്നു. ശക്തനായ ദൈവമേ നിത്യനാം പിതാവേ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്മസ് സന്ദേശമാണ് നിങ്ങൾക്കായി കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ബലി എന്നാണ് അതിൻ്റെ അർത്ഥം. പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. പലരും പല തെറ്റായ അർത്ഥങ്ങളാണ് അതിനെ കൊണ്ടു നടക്കുന്നത്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിന് നൽകാൻ പറ്റിയവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചതിൻ്റെ ഒരു അടയാളമായിട്ടാണ്, ബലി ദാനമായിട്ട് തന്നെയാണ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. യോഹന്നാന്റെ വിശേഷം 3:16 ഇങ്ങനെ പറയുന്നു: ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ, മനുഷ്യവർഗത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവസൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടിയായ മനുഷ്യനെ പാപമോചനം നൽകി രക്ഷിക്കുവാനായി ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് ബലിയായി നൽകിയ ദിവസമാണ് ക്രിസ്മസ്. അതിനെക്കുറിച്ച് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനം പരിശോധിച്ച് നമുക്കറിയാൻ പറ്റും. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും യേശു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ചു. മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. നമ്മളിതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്ന ക്രിസ്തു ദൈവവുമായിട്ടുള്ള സമാനത എല്ലാം അങ്ങോട്ട് ഉപേക്ഷിച്ച് പിതാവിനെ അനുസരിച്ചുകൊണ്ട് തന്നെ ഇല്ലായ്മപ്പെടുത്തുക, അത് മരിക്കുന്നതിന് തുല്യമായി തീരുക. ഇല്ലായ്മപ്പെടുത്തുക എന്നുള്ള അതിനെ ശൂന്യമാക്കി തീർക്കുക, മനുഷ്യനായി തീർന്നു. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ മനുഷ്യൻ ശൂന്യനാണ്, ഒന്നുമല്ല. നമ്മളുടെ നോട്ടത്തിൽ ഒരു അണുവിനെ പോലെയാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അണുവാണ്. അത്രയ്ക്ക് തരം താഴ്ന്നു ദൈവത്തോടുള്ള അനുസരണകാരൻ പുത്രനായ യേശു. എന്തിനു വേണ്ടിയിട്ടാണ്? പിതാവിൻ്റെ മനുഷ്യവർഗത്തോടുള്ള സ്നേഹം എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മളതിൽ അഭിമാനം കൊള്ളണം. അർത്ഥം ഇത്രയേറെ ഉന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം ഈ ഒന്നിനും കഴിവില്ലാത്തതായ, യാതൊരു കഴിവുമില്ലാത്തതായ വെറും അണുവാകുന്ന മനുഷ്യന് വേണ്ടി ഇത്രയേറെ തരം താഴ്ന്നു. നമ്മളതിൽ അഭിമാനം കൊള്ളണം. അത്രയേറെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ദൈവം. അതിന് ദൈവത്തിന് നന്ദി പറയുക. നമ്മൾ തുടർന്നുള്ള ജീവിതം നമ്മൾ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. ദൈവം എത്രമാത്രം നമ്മളോട് കരുണ കാണിച്ചതിനോർത്ത്. ദൈവപിതാവ് ഇത് എന്തിനായി ചെയ്തു എന്നുള്ളത് വിശുദ്ധ ലൂക്കാസ് വിശേഷത്തിൽ 1-ാം അധ്യായം 67 മുതൽ 75 വരെ വായിക്കുമ്പോൾ സ്നാപക യോഹന്നാന്റെ പിതാവായ സക്രിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിച്ച വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ പിതാവായ സക്രിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിച്ചു: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടത്. അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ചു, രക്ഷിച്ചു. തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ആദ്യം മുതൽ തന്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ ദൈവം അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും, നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും, നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും, നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും, ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും ദൈവത്തിന്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്.
എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 70 മുറയുടെ വചനങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുള്ളൂ എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ഇത് ചെയ്തതെന്ന്. ആദ്യം മുതൽ തന്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ ദൈവം അരുളി ചെയ്തതുപോലെ എന്താണ് അരുളി ചെയ്തത്? ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ. നമ്മുടെ ശത്രു ആരാണ്? അത് നമ്മൾ മനസ്സിലാക്കണം. 1 പത്രോസ് 5:8 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പോൾ നമ്മുടെ ശത്രു നമ്മുടെ പിശാചാണെന്ന് പത്രോസിലൂടെ കർത്താവ് അരുളി ചെയ്യും. പിശാചാകുന്ന ശത്രുവിനെ നമ്മളിൽ നിന്ന് അകറ്റി അവരിൽ നിന്ന് രക്ഷിക്കാനും കൂടാതെ നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മൾ രക്ഷിക്കാൻ. നമ്മൾ വെറുക്കുന്നത് ആരാണ്? മത്തായി സുവിശേഷം 13-ാം അധ്യായം 37 മുതൽ 39 വരെ വായിക്കുമ്പോൾ നമ്മെ വെറുക്കുന്നവർ ആരാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ആദ്യം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം. ദൈവവചനം അനുസരിച്ച് ദൈവത്തിന്റെ വചനം പാലിച്ച് ദൈവത്തെ സ്വീകരിച്ച് യേശുവിനെ സ്വീകരിച്ച് ജീവിക്കുന്ന മക്കളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ അവര് ദൈവമക്കളാണ്. അപ്പൊ അതുകൂടാതെ വേറൊരു സൃഷ്ടികർമ്മവും കൂടി ഇവിടെ ഈ ലോകത്തിൽ നടന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാമെന്ന് സാധിക്കണം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 37 മുതൽ 39 വരെ വായിക്കുമ്പോൾ ആ 2 സൃഷ്ടികളെ കുറിച്ച് അതിനകത്ത് വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. യേശു ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്, വയൽ ലോകവും. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരും കളകൾ ദുഷ്ടന്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അപ്പൊ നിങ്ങൾ ഈ കേട്ട വചനത്തിൽ നിന്ന് 2 സൃഷ്ടികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, യേശു പറയുവാണ് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്, അതായത് യേശു ക്രിസ്തുവാണ്. വയൽ ഈ ലോകം. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ. രാജ്യത്തിന്റെ പുത്രൻ ദൈവരാജ്യത്തിന്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ പുത്രന്മാരാണ്. യേശു ക്രിസ്തുവിനോടുകൂടി ദൈവരാജ്യത്തിലായിരിക്കുന്നവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അവര് ദൈവരാജ്യത്തിന്റെ പുത്രന്മാരാണ്. കളകളാരാണ്? ദുഷ്ടന്മാരാണ്, ദുഷ്ടന്റെ പുത്രന്മാരാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. അപ്പൊ പിശാചിന്റെ മക്കളും ഈ ലോകത്തിലുണ്ട്, ദൈവമായ യേശുവിന്റെ മക്കളും ഈ ലോകത്തിലുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകണം ഇപ്പോൾ. അപ്പൊ ഈ ശത്രുവാകുന്ന പിശാചി വിതച്ചതായ വ്യക്തിയിൽ നിന്നുണ്ടായതായ മക്കളെല്ലാവരും ദൈവമായ കർത്താവായ യേശു വിതച്ചതായ വിത്തിൽ നിന്നുണ്ടായ സന്തതികളെല്ലാവരും, ദൈവമക്കളായിട്ടുള്ള സന്തതികളെല്ലാവരെയും ഇവരെപ്പോഴും വെറുത്തുകൊണ്ടും എതിർത്തുകൊണ്ടിരിക്കും. പിശാച് അവരിലൂടെയാണ് നമ്മളെ പ്രകോപിപ്പിക്കുന്നത്. ഈ പിശാച് വിതച്ചതായ കളകളിൽ നിന്നുണ്ടായ മക്കൾ അവരെപ്പോഴും ദൈവത്തിന്റെ മക്കളായി ജീവിക്കുന്നവരെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും, അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്നത് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. കാരണം ഇത് അവസാന കാലഘട്ടമാണ്. 2 തിമോത്തി 3-ാം അധ്യായം 1 പറയുന്നുണ്ടോ, അവസാന കാലങ്ങളിൽ ഞെരുക്കമുണ്ടാകുന്നു. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതനുസരിച്ച് നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും ശത്രുവായ പിശാചിന്റെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു പ്രത്യക്ഷനായത്. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വചനത്തിൽ പറയുന്നുണ്ട്, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രനായ യേശു പ്രത്യക്ഷനായത്. അപ്പൊ അതനുസരിച്ച് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പിശാചിന്റെ പ്രവൃത്തികൾ നശിപ്പിച്ച് താൻ വിതച്ചതായ നല്ല വിത്തുകളാകുന്ന ദൈവപുത്രന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് യേശു ഇവിടെ പ്രത്യക്ഷനായതെന്നാണ് സക്രിയ പ്രവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് പറയുന്ന വചനം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും ആദം മുതൽ ഇങ്ങോട്ടുള്ളതായ പ്രവാചക തുല്യരായിട്ടുള്ള പിതാക്കന്മാരുണ്ട്. ആദം, ആബേല്, തുടർന്ന് നോഹ, അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, തുടർന്ന് മോശ, തുടർന്നുള്ള പ്രവാചകന്മാരെ കുറിച്ച് നമുക്കറിയാം. ബൈബിൾ നോക്കി അറിയാൻ പറ്റും ആരൊക്കെ പ്രവാചകന്മാരുണ്ടെന്ന്. ഇവരെല്ലാവരും നമ്മുടെ പിതാക്കന്മാരാണ്. പിതാക്കന്മാരെന്ന് പറയുമ്പോൾ അവര് ബൈബിളിലൂടെ ദൈവത്തിൻ്റെതായ പ്രവൃത്തികളെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളവരാണ്. നമുക്ക് ദൈവപ്രവൃത്തികളെ കുറിച്ചുള്ള ബോധ്യം തന്നിട്ടുള്ളവരാണ്.
അപ്പോൾ അവർ നമ്മുടെ ആത്മീയ പിതാക്കന്മാർ. അതുകൊണ്ടാണ് പിതാക്കന്മാരെന്ന് സക്രിയ പ്രവചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്തത്. ഈ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കുക എന്നുള്ളതാണ് യേശു വന്നതിൻ്റെ ഉദ്ദേശം. എന്താണ് പിതാക്കന്മാരോട് കാരുണ്യം കാണിച്ചത്? ആദം മൂലം മനുഷ്യവർഗം മുഴുവനും പിശാചിന്റെ അടിമയായി തീർന്നു. എല്ലാവരും നരകശിക്ഷയ്ക്ക് അർഹരായി തീർന്നു. നരകത്തിന് അർഹരാണ് എല്ലാവരും. ഈ നരകശിക്ഷയ്ക്ക് അർഹമായി തീർന്ന മനുഷ്യവർഗത്തെ അതിൽ നിന്ന് മോചിക്കാൻ വേണ്ടിയിട്ട് പിതാവായ ദൈവത്തിന്റെ കാരുണ്യം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമുക്ക് നൽകാൻ അർഹതയുള്ളത് തരാതിരിക്കുക എന്നുള്ളതാണ് കാരുണ്യത്തിന്റെ അർത്ഥം. നമുക്ക് തരാൻ അർഹത എന്താണ്? പിശാച് പറഞ്ഞത് കേട്ട് നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിനെ ആരാധിക്കാൻ തുടങ്ങി. അതാണ് നമ്മൾ ചെയ്ത തെറ്റ്. ഈ തെറ്റിനുള്ള ശിക്ഷ നമ്മളിൽ നിന്ന് ദൈവം എടുത്തു മാറ്റി. നമ്മളോട് സ്നേഹം നിമിത്തം എടുത്തു മാറ്റിയിട്ട് എന്ത് ചെയ്ത്? യേശുവിന് ആ ശിക്ഷ മുഴുവനും വെച്ചു കൊടുത്തു. പിശാചിന്റെ പീഡനം മുഴുവനും ഏറ്റത് യേശു ക്രിസ്തുവാണ്. ഈ ലോകത്തിൽ ദൈവം ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ പിശാചുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിശാച് ഉരുവാക്കിയെടുത്തതായ കളകളാകുന്ന മനുഷ്യ വ്യക്തികളിലൂടെ ദൈവമായ കർത്താവിനെ പീഡിപ്പിച്ചവർ കുരിശിലേറ്റി ദൈവം ഉദ്ദേശിച്ച സമയത്ത് ബലിയർപ്പണം നടത്തി. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഇത്തരത്തിൽ ദൈവമായ കർത്താവിന് ഇഷ്ടപ്പെട്ട മക്കളെയെല്ലാം പിശാച് പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് കാരുണ്യമായി ലോകത്തിലേക്ക് അയച്ച, നമ്മൾ ദിവ്യകാരുണ്യം എന്നൊക്കെ പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിന്റെ കാരണം ഇത് തന്നെ. നമ്മുടെ മേലുള്ള ശിക്ഷ യേശുക്രിസ്തുവിന്മേൽ ചുമത്തി നമുക്ക് തരാനിരിക്കുന്ന അർഹമായിട്ടുള്ള ശിക്ഷയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി. അതിന്റെ പേരാണ് കാരുണ്യം എന്ന് പറയുന്നത്. അതാണ് യേശുക്രിസ്തു. അങ്ങനെ യേശുക്രിസ്തു ദിവ്യകാരുണ്യമായിട്ട് മാറിയത് നമുക്ക് അവിടുന്ന് സ്വർഗം നൽകിക്കൊണ്ട് അവിടുന്ന് ഈ ലോകത്തിൽ നിന്നുകൊണ്ട് നരകതുല്യമായ പീഡനങ്ങൾ ഏറ്റെടുത്ത് കർത്താവായ യേശു. അതിനു മാത്രം പിശാച് കർത്താവായ യേശുവിനെ പീഡിപ്പിച്ച് അവിടുന്ന് തക്ക സമയത്ത് ബലിയർപ്പണം നടത്തി മരണത്തെ അവിടുന്ന് ഗ്രസിച്ച് നിന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. വിജയം വരിച്ച്, മരണത്തിന്മേൽ വിജയം വരിച്ച്. വിജയം മരണത്തെ ഗ്രസിച്ചെന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. വിജയം എന്ന് പറയുന്നത് യേശുവിന്റെ വിജയം. മരണത്തിന്മേലുള്ള വിജയം മരണത്തെ എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. പിശാച് കൊണ്ടുവന്ന മരണം എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. ആരെല്ലാം യേശുവിനോട് അനുരൂപപ്പെടുന്നു, യേശുവിന്റെ വഴിയിൽ നടക്കുന്നു, യേശുവിന്റെ പിന്നാലെ പോകുന്നു, അവരെല്ലാവരും മരണത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരാണ്. തുടർന്ന് നമുക്ക് വായിക്കാം. നമ്മുടെ പിതാവായ അബ്രഹാമത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാൻ അബ്രഹാമത്തോട് ഉടമ്പടി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 3-ാം വചനം. അതിലിങ്ങനെ പറയുന്നു: നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. അബ്രഹാമത്തോട് പറഞ്ഞതായ ഉടമ്പടി ഇതാ. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 22:18 പറയുന്നു: നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതിപ്പോ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലായിടത്തും നിവർത്തിച്ചു കഴിഞ്ഞു. കർത്താവായ യേശുവാണ് അബ്രഹാത്തിന്റെ സന്തതിയായിട്ട് ഇവിടെ ദൈവം പറഞ്ഞ് വാഗ്ദാനം ചെയ്ത ആ വ്യക്തിയും ശക്തിയും. കർത്താവായ യേശു ഇസ്ഹാക്കിലൂടെ, ഇസ്ഹാക്കാണ് ആദ്യത്തെ പരമ്പര അബ്രഹാത്തിൽ നിന്ന് തുടങ്ങുന്നു. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് പറയുന്നത്: ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. എന്ത്? ദൈവമായ യേശു ഈ ലോകത്തിലേക്ക് വന്നു. എന്തൊക്കെ കാര്യമാണ്? ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി, അതായത് പിശാചിന്റെ പിടിയിൽ നിന്ന് മോചിതരായി നമ്മൾ ഈ ലോകത്തിൽ വെച്ച് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുമ്പോൾ ശത്രുവാകുന്ന പിശാചിന്റെ കയ്യിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കപ്പെടും. നിർഭയം, ഒരാളെയും ഭയപ്പെടാതെ പരിശുദ്ധിയിലും നീതിയിലും, പരിശുദ്ധി ഉണ്ടാകണം, നീതി ഉണ്ടാകണം. അർഹമായത് ദൈവത്തിന് കൊടുത്തുകൊണ്ട്, ദൈവത്തിന് അർഹമായത് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട്, നമ്മുടെ സഹോദരങ്ങളെ നമ്മെപ്പോലെ തന്നെ സ്നേഹിച്ചുകൊണ്ട്. അതാണ് പരിശുദ്ധിയിലും നീതിയിലും എന്ന് പറഞ്ഞത്. എപ്പോഴും ദൈവത്തിന്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ദൈവം ഈ പ്രവൃത്തി ചെയ്തത്. പ്രൈസ് ലോർഡ്. യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഹല്ലേലൂയ. യേശുവിനെ ഏതെല്ലാം പേരുകളിലാണ് ലോകത്തിൽ അറിയപ്പെടുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം.
യേശുവിൻ്റെ ഈ പറയുന്ന നാമങ്ങളിലൂടെയാണ് ദൈവം ലോകത്തെ അനുഗ്രഹിച്ചെന്ന് നമുക്ക് മനസ്സിലാകും. വചനങ്ങൾ ഓരോന്ന് കേട്ട് കഴിയുമ്പോൾ ഒരുപാട് പേരുകൾ, ഏതാണ്ട് 30ഓളം പേരുകളുണ്ട് യേശു ക്രിസ്തുവിന്. ബൈബിൾ നമുക്ക് പരിശോധിച്ചറിയാൻ സാധിക്കും. എമ്മാനുവേൽ, ദൈവത്തിൻ്റെ കുഞ്ഞാട്, പരിശുദ്ധൻ, ദൈവപുത്രൻ, അത്യുന്നതൻ്റെ പുത്രൻ, ഇങ്ങനെയുള്ളതായ 30ഓളം പേരുകളുണ്ട്. കൂടാതെ നമ്മൾ കൂടുതൽ ചുഴിഞ്ഞ് പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രധാനപ്പെട്ട പേരുകളാണ്. ഈ ഓരോ പേരുകൾക്കും ഓരോന്നിൻ്റെതായ പ്രവൃത്തി ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. അത് നമുക്ക് ബൈബിളിൻ്റെ വചനങ്ങളിലൂടെ പരിശോധിച്ച് നമുക്കറിയാൻ സാധിക്കും. എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ളതായ ആ വാക്കിന്, യേശു ക്രിസ്തുവിനെ വിളിച്ച ആ പേരിന്, ദൈവം വിളിച്ച പേരിന് എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 23-ാം വചനത്തിലാണെന്ന് പറയുന്നത്. ദൈവദൂതനായ ഗബ്രിയേൽ വന്ന് വിശുദ്ധ ഔസേപ്പിതാവിനോട് പറയുകയാണ്, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും, യേശു വിളിക്കപ്പെടും. അപ്പൊ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ സ്നേഹിക്കുന്ന, താൻ ഈ ലോകത്തിൽ അയച്ചിരിക്കുന്നതായ മക്കളോട് കൂടി ഒന്നായി ചേർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിൽ വന്നത്. അതുകൊണ്ടാണ് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്നുള്ള പേര് യേശുവിനുണ്ടായത്. തുടർന്ന് ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് മറ്റൊരിടത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് സ്നാപകയോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പൊ ദൈവത്തിന്റെ കുഞ്ഞാടെന്നുള്ള പേര് വരാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ലോകത്തിൽ ഒരേ ഒരു പാപമുള്ളൂ. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഇവിടെ സ്നാപകയോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്നാണ് പറഞ്ഞു. എന്താണ് ഈ പാപം? നമ്മൾ പലർക്കും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. പലരും പാപങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മൾ പാട്ട് പാടുന്നത് പോലും പാപങ്ങൾ എന്നാണ് പറയുന്നത്. ലോകത്തിന് പാപങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുന്നത്. പക്ഷെ വചനം അനുസരിച്ച് പറയുമ്പോൾ അങ്ങനെ നമുക്ക് പാടാൻ പാടില്ല. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പാപം എന്താ? ഒരൊറ്റ പാപവും മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ. ആദവും ഹവ്വായും ചെയ്തൊരു ഒറ്റ പാപമാണ്. എന്താണ് ചെയ്തത്? നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക. ദൈവത്തിന്റെ കൂടെ ദൈവത്തോട് ഒന്നായി ചേർന്ന് ദൈവത്തെ അനുദിനം ആരാധിച്ചുകൊണ്ടിരുന്നതായ ആദവും ഹവ്വായും ദൈവത്തിൽ നിന്ന് പിശാചിന്റെ ഉപദേശം കേട്ട് പയ്യെ അകന്ന് ദൈവത്തെ ആരാധിക്കുന്നവർ പിശാചിന്റെ വചനം കേട്ട് അവനോട് ഒന്നായി ചേരാൻ തുടങ്ങി. അവൻ പറയുന്നത് അനുസരിക്കാൻ തുടങ്ങി. അപ്പൊ ദൈവത്തെ അത്രയും കാലം ആരാധിച്ചിരുന്നവര് പിശാചിനെ ആരാധിക്കാൻ തുടങ്ങി. ഇതിന്റെ പേരാണ് ആ പാപം. ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിനെ സ്വീകരിക്കുക. അതാണ് പാപം. ഒരേ ഒരു പാപം ഈ ലോകത്തിലുള്ളൂ. നമ്മളിപ്പോഴും അങ്ങനെയാണോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 14:15 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പാലിക്കും. നമ്മൾ യേശു പറഞ്ഞതായ വചനങ്ങൾ പാലിക്കാറുണ്ടോ? ആദവും ഹവ്വായും ചെയ്തതുപോലെ നമ്മളും ചെയ്യുന്നില്ലേ? നമ്മൾ ദൈവത്തോട് ഒന്നായി ആരാധിച്ച് നടക്കുന്നതായ നമ്മൾ പലപ്പോഴും പിശാചിന്റെ വാക്ക് കേട്ട് അവനെ ആരാധിക്കാറില്ലേ? അവൻ പറയുന്നതൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നില്ലേ? അവന്റെ ഇഷ്ടത്തിന് നമ്മൾ പോകാറില്ലേ? നമ്മുടെ മനസ്സിന്റെ ഇഷ്ടത്തിന് നമ്മൾ പോകാറില്ലേ? നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടത്തിന് നമ്മൾ പോകാറില്ലേ? ഇതെല്ലാം പിശാചിനെ ആരാധിക്കണം. പിശാചിനോട് ഒന്നായി ചേരുന്നു. ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പിശാചിനോട് ഒന്നായി ചേരുന്നു. അതാണ് പാപം. അതുകൊണ്ടാണ് സ്നാപകയോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ്. അപ്പൊ ആ ഒറ്റ പാപം മാറ്റിയാൽ മതി. ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാണ്, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായി ദൈവത്തോട് എപ്പോഴും ഒന്നായി ചേർന്ന് ജീവിക്കുക. അതുകൊണ്ടാണ് യേശു സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞത്, ആത്മാവിലും സത്യത്തിലും ആരാധന നടത്തുന്നവരെയാണ് പിതാവായ ദൈവം അന്വേഷിക്കുന്നത്. മത്തായി യോഹന്നാന്റെ വിശേഷം 4-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ആത്മാവിലും സത്യത്തിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. എങ്ങനെയാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കേണ്ടത്? ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്നതായ ആത്മാവ് നമ്മളെല്ലാവരിലും ഉണ്ട്. കടമായി നൽകിയ ആത്മാവെന്നാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 15:8 പറയുന്നു. കടമായി നൽകിയിട്ടിരിക്കുന്ന, കാരണം നമ്മൾ കടക്കാരായി മാറിയത് എങ്ങനെയാണ്?
നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തമായ ഒരു ആത്മാവ് ഉണ്ടായിരുന്നു, ദൈവാത്മാവ് ഉണ്ടായിരുന്നു. ദൈവത്തെ പോലെ ആയിരുന്നവരാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ പിശാചിന്റെ ഉപദേശം അനുസരിച്ച് ദൈവത്തെ പോലെ അല്ല നമ്മളെന്ന് അവൻ തെറ്റായൊരു ബോധ്യം നമുക്ക് തന്നു. അവനോട് ചേർന്നുകൊണ്ട് നമ്മൾ തിന്മ പ്രവർത്തിച്ച് ഈ ലോകത്തിൻ്റെതായ രൂപയിൽ നമ്മൾ മുഴുകി. അപ്പോൾ നമ്മളെല്ലാം ദൈവാത്മാവ് എന്നേക്കുമായി നമ്മൾ വിട്ടുപോയി. ആത്മാവിൽ മരിച്ചവരായിട്ട് മാറി. ആത്മാവ് നമ്മളുടെ നശിച്ചുപോയി. പിന്നെ നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ജീവാത്മാവിനെ, നമുക്ക് ജീവൻ നിലനിർത്താനുള്ള ആത്മാവിനെ ദൈവം നമുക്ക് നൽകി. നമ്മളിലുള്ളത് ജീവാത്മാവാണ്. ഈ ജീവാത്മാവ് ദൈവം കടമായി നമുക്ക് തന്നതാണ്. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 15:8 പറയുന്നത് ദൈവം കടമായി നൽകിയ ആത്മാവാണ്. ഈ കടം തീരണേ എന്ത് ചെയ്യണം? ദൈവം ഈ ലോകത്തിലേക്ക് വന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിന് നമ്മുടെ ആത്മാവിനെ തിരിച്ചേൽപ്പിക്കണം. എങ്ങനെ വന്നത്? സത്യമായിട്ട്, വചനമായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. യോഹന്നാൻ 17:17 അവിടുത്തെ വചനമല്ലോ സത്യം. അപ്പോൾ വചനമാകുന്ന സത്യത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ നമ്മൾ വിട്ടുകൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് സത്യാത്മാവായിട്ട് മാറും. ദൈവത്തിൻ്റെ ആത്മാവ് സത്യാത്മാവാണ്. വചനത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? പരിശുദ്ധാത്മാവും ഉണ്ട്, നിത്യജീവനും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ആത്മാവിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവായിട്ട് മാറും, സത്യാത്മാവായിട്ട് മാറും. നമ്മുടെ ജീവൻ ഈ ആത്മാവിൻ്റെ ശക്തിയാൽ നിത്യജീവനായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ വചനം നമ്മളിൽ മാംസം ധരിക്കും. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സിങ്. വീണ്ടും കേട്ട് നോക്കണം, എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ആ ബോധ്യം നിങ്ങൾക്ക് കിട്ടുള്ളൂ. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ നമ്മുടെ ജീവാത്മാവിൽ സത്യദൈവമാകുന്ന യേശുവിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് സത്യാത്മാവായിട്ട് മാറും. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ സ്വന്തമായിട്ട് തീരും. അപ്പോൾ നമ്മുടെ കടം വീടി, എന്നേക്കുമായിട്ട് നമ്മുടെ കടം വീടി. അല്ലെങ്കിൽ നമ്മൾ എന്നും ദൈവത്തിന് മുമ്പിൽ കടക്കാരാണ്. നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നമ്മുടെ കടങ്ങൾ എന്താ? പിതാവായ ദൈവത്തോടെ കടം. നമ്മുടെ ആത്മാവ് കടത്തിലാണ്. ഈ ക്ഷമ ദൈവത്തിൽ നിന്നുണ്ടാകണമെങ്കിൽ നമ്മൾ യേശു ആകുന്ന വചനത്തെ സ്വീകരിക്കുമ്പോഴേ കടം തീരുള്ളൂ. അപ്പോൾ നമ്മളുടെ പിതാവ് ക്ഷമിക്കും. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവമായ കുഞ്ഞാടാകുന്ന ദൈവവചനം ഈ ലോകത്തിലേക്ക് വന്നതെന്താണ്? പാപം നീക്കാൻ, ലോകത്തിന്റെ പാപം നീക്കാൻ. അതാണ് ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യേശുവിന് പേര് വന്നു. അടുത്തത് പരിശുദ്ധൻ, ദൈവപുത്രൻ എന്നുള്ള പേര് യേശുവിനുണ്ടായിരുന്നു. ലൂക്കാ സുവിശേഷം 1:35. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറയുവാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത് രണ്ടും ഉള്ളത് വചനത്തിലാണ്. പരിശുദ്ധ മറിയം വചനം സ്വീകരിക്കുക വഴി ഇത് രണ്ടും പരിശുദ്ധ മറിയത്തിലേക്ക് വന്നു. പരിശുദ്ധാത്മാവും വന്ന് അത്യുന്നതന്റെ ശക്തിയും അവളിൽ വന്ന് ആവസിച്ചു. വചനം സ്വീകരിക്കുക വഴിയാണ് അത് സംഭവിച്ചത്. മറിയത്തിന് പരിശുദ്ധാത്മാവും അത്യുന്നതന്റെ ശക്തിയാകുന്ന നിത്യജീവനും നമ്മളിൽ പ്രവേശിച്ചാൽ മാത്രമേ നമ്മളിൽ നിന്ന് യേശു ക്രിസ്തുവാകുന്ന വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ഉള്ള ശക്തി നമുക്ക് ദൈവം തരുള്ളൂ. പിതാവായ ദൈവം സംസാരിക്കുന്നത് കേട്ട് ഈ ലോകത്തിനോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ മറ്റുള്ളവരുടെ വചനങ്ങളൊക്കെ കട്ടെടുത്ത് നമ്മൾ പറയേണ്ടതായിട്ട് വരും. ദൈവവചനത്തിൽ പറയുന്നുണ്ടോ? മറ്റുള്ളവരുടേത് മോഷ്ടിക്കുന്ന ദൈവദാസന്മാരായിട്ട് നമ്മൾ മാറരുത്. മറ്റുള്ളവർ പറഞ്ഞ് എഴുതി കുത്തി എടുത്തിച്ചും നമ്മൾ പറയുന്നവരായിട്ട് മാറരുത്. അവർ മോഷ്ടാക്കളാണ്. അവർ ദൈവവചനം എന്ന് പറയുന്നത് പ്രബോധനം, ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം പ്രബോധിപ്പിക്കുന്നതായിരിക്കണം നമ്മൾ പറയേണ്ടത്. നമുക്ക് തോന്നുന്നതല്ല പറയേണ്ടത്. വചനമാകുന്ന ബൈബിളിന്റെ മുമ്പിൽ നമ്മൾ കുത്തിയിരുന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങയുടെ മക്കളോട് ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ.
അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു തരും, അവിടെ നിന്ന് നമ്മളെ പഠിപ്പിച്ചു തരും. അതനുസരിച്ചാണ് നമ്മൾ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ നിന്ന് വചനം മോഷ്ടിച്ച് എന്തെങ്കിലും കഥ കിട്ടിയാൽ അത് മോഷ്ടിച്ച് അത് വന്നിച്ചും പറയാൻ പാടില്ല. അങ്ങനെ പറയുന്ന ധാരാളം പേരുണ്ട്. അത് മാത്സര്യ ബുദ്ധിയാണ്. മാത്സര്യവും വൈരാഗ്യമൊക്കെ കൊണ്ട് വചനം പറയുന്നത് അങ്ങനെ പാടില്ലെന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പിയർക്കെതിരെയാണ് 1-ാം അധ്യായം വായിച്ചു നോക്കി അറിയാൻ സാധിക്കും. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. വചനപ്രഘോഷണം നടത്താൻ പാടില്ല. വചനം എന്നുള്ള ദൈവമാണ്. വചനം നമ്മുടെ കളിപ്പുള്ളതല്ല. പലർക്കും അതിനെക്കുറിച്ചുള്ള ബോധ്യമില്ല, അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് പലരും. അത് മനസ്സിലാക്കി നമ്മളിൽ പരിശുദ്ധാത്മാവും അത്യുന്നത ശക്തിയും നിറയാൻ വേണ്ടി പരിശുദ്ധ മറിയം ജീവിച്ചതുപോലെ വിശുദ്ധിയിലും നീതിയിലും പരിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന് കൊടുക്കുന്ന 1-ാം സ്ഥാനം കൊടുത്ത് ജീവിച്ചാൽ നമ്മളിലും ഈ ദൂതൻ പറഞ്ഞതുപോലുള്ളതായ പരിശുദ്ധാത്മാവും അത്യുന്നത ശക്തിയും എന്ന് പറയും സത്യദൈവമായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് നൽകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. പ്രൈസ് ലോർഡ്. അടുത്തത് അത്യുന്നതന്റെ പുത്രൻ എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. ലൂക്കാ സുവിശേഷം 1:32. അതും ഗബ്രിയേൽ ദൂതൻ തന്നെ പറയുവാണ്. യേശു വലിയവനായിരിക്കും. ദൂതൻ പറയുവാണ് അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശു വലിയവനായത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. യേശു നമ്മൾ നേരത്തെ കേട്ടതുപോലെ ദൈവത്തിന്റെ പുത്രനാണ്, പരിശുദ്ധനാണ്. പരിശുദ്ധിയിലും ദൈവത്തിന്റെ പുത്രത്വത്തിലും ജീവിക്കുന്ന എല്ലാവരും വലിയവരായിത്തീരും. അവരറിയാതെ തന്നെ വലിയവരാണ്. അവർ വലിയവരായി നടക്കേണ്ട കാര്യമില്ല. വലിയവരാണെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. അവരറിയാതെ ഈ ലോകത്തിലുള്ള മക്കളും ദൈവവും അവരെ വലിയവരാക്കും. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ? പരിശുദ്ധിയിലും പരമാർത്ഥ ഹൃദയത്തോടുകൂടി ദൈവത്തെ സേവിച്ച് ദൈവത്തിന്റെ വേല ചെയ്ത് യാതൊരുവിധ പ്രതിഫലേച്ഛ കൂടാതെ ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ് അവരറിയാതെ വലിയവരായിത്തീരുന്നു. നമ്മുടെ ഇടയിൽ ധാരാളം ദൈവവചന പ്രഘോഷകർ, വിശുദ്ധന്മാരായിട്ടുള്ള പ്രഘോഷകർ ധാരാളം പേരുണ്ട്. നമ്മളറിയപ്പെടാത്ത ആൾക്കാരുമുണ്ട്. അവരൊന്നും വലിയ പ്രാഗൽഭ്യത്തിന്, മറ്റ് പ്രശസ്തിക്ക്, പണത്തിനു വേണ്ടിയിട്ടൊന്നുമല്ല അവരത് ചെയ്യുന്നത്. ദൈവവും അവരുമായിട്ടുള്ള ആ ഉത്തിരിപ്പ് കടത്തിലൂടെയാണ് അവരത് ചെയ്യുന്നത്. ദൈവവുമായിട്ടുള്ള ഉത്തിരിപ്പുണ്ടാവും. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വേല ആത്മാർത്ഥതയോടെയും നിഷ്കളങ്കമായും അവർ ചെയ്യുന്നതാണ്. പ്രൈസ് ലോർഡ്. അങ്ങനെയുള്ളവരെ യേശു വലിയവനായിരിക്കുന്നവരെ വലിയവരാകാൻ സാധിക്കും. യേശു വലിയവനായത് എങ്ങനെ? പിതാവിനെ അങ്ങേറ്റം അനുസരിച്ചെന്ന് നമ്മൾ നേരത്തെ കേട്ടു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 6-8 വരെ വായിക്കുമ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്ത് തന്നെ ശൂന്യനാക്കി പിതാവിനെ പരിപൂർണമായി അനുസരിച്ച് കുരിശുമരണത്തോളം അനുസരണയുള്ളവനായെന്നാണ്. ദൈവം ഒരിക്കലും മരിക്കാത്തവനാണ്. യേശുവിന്റെ പേര് തന്നെ മരണമില്ലാത്തവനാണ്. ക്രിസ്തു എന്നാണ് പേര്, മരണമില്ലാത്തവൻ. അങ്ങനെ ആയിരിക്കുന്ന ക്രിസ്തു മരണത്തോളം ദൈവത്തോടുള്ള അനുസരണം മൂലം മരണത്തോളം കീഴ്വഴങ്ങുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ട്, അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ട്, അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. അത്രയേറെ ദുഃഖം അതിന്റെ പിന്നിലുണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മളൊന്നും മനുഷ്യനാകല്ലാതെ ഒരു നിസ്സാരനായ ഒരു ഉറുമ്പിനെ പോലെ ആകണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരിക്കലും താങ്ങാൻ പറ്റില്ല. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യം. നമ്മളെ ദുഃഖം തീരാ ദുഃഖമായിട്ട് മാറും. അപ്പൊ ദൈവമായ കർത്താവായ യേശു തന്നെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് വെറും അണുവാകുന്ന മനുഷ്യനെ പോലെ ആയിത്തീരുക എന്ന് പറയുന്നത് എന്തുമാത്രം തരം താഴുന്ന അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? താൻ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ പിശാചിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അങ്ങനെയാണ് കർത്താവായ യേശുവിന് അത്യുന്നതന്റെ പുത്രൻ എന്നുള്ള പേര് വന്നു. തുടർന്ന് ലൂക്കാ സുവിശേഷം 8:28 അതിന്റെ അത്യുന്നതന്റെ പുത്രന്റെ ഇണവചനമാണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശുവിനെ കണ്ടപ്പോൾ അവൻ, പിശാച് ബാധിച്ച മനുഷ്യൻ, നിലവിളിച്ചുകൊണ്ട് യേശുവിന്റെ മുമ്പിൽ വീണു ഉറക്കെ പറഞ്ഞു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഇപ്പൊ പിശാചികൾക്കറിയാം യേശു അത്യുന്നതന്റെ പുത്രനാണ്. പക്ഷെ മനുഷ്യരായ നമുക്ക് യേശു അത്യുന്നതന്റെ പുത്രനാണെന്ന് അറിയില്ല. യേശു വലിയവനാണെന്ന് അറിയാൻ പാടില്ല. യേശുവിനെ എന്നും നിസ്സാരവൽക്കരിക്കുന്ന ക്രിസ്ത്യാനികൾ പോലും ഉണ്ട്. യേശുവിന്റെ വചനം അനുസരിക്കാതെ യേശു അവൻ ആരാണ് എന്ന് പറയുന്ന തള്ളിക്കളയുന്ന വ്യക്തിത്വങ്ങളുണ്ട് നമ്മളുടെ ഇടയിൽ. നമ്മൾ ശ്രേഷ്ഠരെന്ന് കരുതുന്ന വ്യക്തികൾ പോലും അങ്ങനെ ചെയ്യുന്നു.
അതൊക്കെ അവരോട് ദൈവം ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് യേശുവിനെ കുറിച്ച് പറയുന്നത് നസ്രായൻ എന്നാണ്. മത്തായി സുവിശേഷം 2:23 യേശു നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. നസ്രായൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധൻ എന്ന അർത്ഥം, പരിശുദ്ധനായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം, പരിശുദ്ധിയാൽ നിറഞ്ഞവൻ. നസ്രത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധനായവൻ്റെ പട്ടണം അല്ലെങ്കിൽ ഇടം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യേശുവിന് നസ്രായൻ എന്ന് പേര് ചെല്ലാൻ വേണ്ടിയിട്ട് യേശു ഈജിപ്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവൻ്റെ മാതാപിതാക്കന്മാർ തിരഞ്ഞെടുത്ത സ്ഥലമാണ് നസ്രത്ത് എന്ന് പറയുന്ന പട്ടണം. അപ്പോൾ ആ പട്ടണത്തിലേക്ക് അവൻ പോയതിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു അവൻ നസ്രായനായ യേശു എന്ന് വിളിക്കപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് അവൻ മരിച്ചതായ കുരിശിൻ്റെ മുകളിൽ, യേശു മരിച്ചതായ കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ച് നസ്രായനായ യേശു എന്നെഴുതി വെച്ചു. അപ്പോൾ ആ പേര് അവിടെ വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് നസ്രത്തിലേക്ക് യേശു പോയി താമസിച്ചത് എന്ന് വചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു. അടുത്തത് ദൈവരാജ്യം എന്ന് യേശു ക്രിസ്തുവിനെ വിളിക്കുന്നു. മർക്കോസ് വിശേഷം 1:15 നമുക്ക് വായിക്കും. യേശു പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കും. ദൈവരാജ്യം എന്താണെന്ന് നമുക്ക് റോമാലേഖനം 14:17 പറയുന്നുണ്ട്. ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നമ്മളിൽ പലരും ക്രിസ്ത്യാനിത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും ക്രിസ്ത്യാനികൾക്ക് തീറ്റയും കൂടി കുറേ ആഘോഷങ്ങളും മാത്രമേ ഉള്ളൂ. ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടയാളമാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ കാലയളവിൽ, ഈ ക്രിസ്മസ് ദിനത്തിലെങ്കിലും നമ്മൾ ചിന്തിക്കണം. ഈ ആഘോഷങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമോ? നമുക്ക് യേശു ക്രിസ്തുവിൽ പ്രവേശിക്കാൻ സാധിക്കുമോ? ഇതാണോ നമ്മുടെ ജീവിതം? കർത്താവ് ഉദ്ദേശിച്ചതായ ദൈവരാജ്യമാകുന്ന ജീവിതം? ഒരിക്കലുമല്ല. ദൈവം ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ജീവിതമല്ല. ദൈവമായ കർത്താവ് ഇവിടെ വന്ന് കാഴ്ചവെച്ചത് എന്താണ്? അനേകരെ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് നിത്യരക്ഷയുടെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് യേശു ഇവിടെ ചെയ്ത ഏറ്റവും വലിയ മഹത്തായ പ്രവൃത്തി. അതിനു വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ജീവൻ സമർപ്പിച്ചത്. നമ്മളും അതുപോലെ തന്നെ നമ്മുടെ ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ട് കർത്താവായ യേശു നടന്ന അതേ പാതയിലൂടെ, കുരിശിന്റെ വഴിയിലൂടെ നടന്ന് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ, സത്യമായ സുവിശേഷം ലോകത്തിൽ അറിയിക്കുവാൻ പറ്റുന്നിടത്തോളം നമ്മൾ യത്നിക്കണം. പറ്റുന്നിടത്തോളം കിട്ടുന്ന ആൾക്കാരോടെല്ലാം, നമ്മുടെ മുമ്പിൽ കർത്താവ് കൊണ്ടുവന്നു തരുന്ന വ്യക്തികളോടെല്ലാം ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുക നമ്മൾ. എന്നാൽ മാത്രമേ അവർ അനുദപിക്കാനും സുവിശേഷത്തിൽ വിശ്വസിക്കാനൊക്കെ ഇടവരുള്ളൂ. നമുക്ക് പലപ്പോഴും ദൈവരാജ്യത്തെക്കുറിച്ച് പറയാൻ ക്രിസ്ത്യാനികൾക്ക് പറയുന്ന നാണമോ? എന്താണ് നാണമെന്ന് എനിക്ക് മനസ്സിലാകാനില്ല. ഒരുപക്ഷെ അവർ നേരത്തെ നമ്മൾ മത്തായി സുവിശേഷം 13 പറഞ്ഞതുപോലെ കർത്താവായ യേശു വിതച്ച വിത്താണോ എന്ന് പലപ്പോഴും സംശയിച്ചു പോയിട്ടുണ്ട് ഈ ക്രിസ്ത്യാനികൾ. നമ്മൾ ചിന്തിക്കണം അതിനെക്കുറിച്ച്. എന്നെ ക്രിസ്തുവായ യേശു ആകുന്ന ക്രിസ്തു ആണോ എന്നെ ഇവിടെ, മനുഷ്യപുത്രൻ ആണോ എന്നെ ഇവിടെ വിതച്ചത്, അതോ ദുഷ്ടനായ പിശാചാണോ എന്നെ കളയായിട്ട് ഇവിടെ വിതച്ചതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം ഇടയ്ക്കിടയ്ക്ക്. കളയുടേതായ പ്രവർത്തനങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിൽ നിന്ന് വിമുക്തരായി ദൈവപുത്രന്റെ സ്ഥാനത്തിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കുക. മനുഷ്യപുത്രൻ വിതച്ചതായ നല്ല വിത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരെ നമ്മൾ മാറണം. കളകളുടേതായ പ്രവൃത്തി നമുക്കുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കളയോട് നമ്മൾ കൂട്ടുചേരും. കളകളാകുന്ന വ്യക്തികളോട് നമ്മൾ കൂട്ടുചേരുമ്പോൾ അവർ നമ്മളിൽ പെട്ടെന്ന് ആർത്ത് പിടിക്കും. അവരുടെ സ്വാധീനം പെട്ടെന്നാണ് നടക്കുന്നത്. ആ സ്വാധീന വലയത്തിൽ നമ്മൾ പെട്ടുപോകും. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം പിശാച് അവരിൽ കൂടി തീക്ഷ്ണതയോടെ ചെയ്യുന്നു. അവർക്ക് അതിനുള്ള സ്വാധീനമുണ്ട്. നമ്മളെ സ്വാധീനിക്കുക, പെട്ടെന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോയി കളയുക. അവരുടേതായ പ്രവൃത്തികൾ അവരെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം ലേഖനത്തിൽ 6-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെ:
അവരെ വിട്ട് നിങ്ങൾ ഇറങ്ങി വരിക. അവിശ്വാസികളുമായി നിങ്ങൾ കൂട്ടിച്ചേരരുത്. ക്രിസ്ത്യാനികളിൽ തന്നെ ധാരാളം അവിശ്വാസികളുണ്ട്. അവർ വിശ്വാസമുണ്ടെന്ന് പറയും. അവിശ്വാസികളായിട്ടുള്ളവർ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമാണ്. പക്ഷെ എന്തിനാണ് അവർക്ക് വിശ്വാസമുള്ളത്? അവരുടേതായ കുറെ കൺസെപ്റ്റുകളുണ്ട്, അതിൽ മാത്രമേ അവർക്ക് വിശ്വാസമുള്ളൂ. അവർ വരുന്നത് അവരുടെ കുറെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള വിശ്വാസം വെച്ചുകൊണ്ട് അവർ വരുന്നത്. ക്രിസ്ത്യാനിയായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും അവരിന്ന് കാണില്ല. അപ്പോൾ ഓരോരുത്തരുടെ പ്രവൃത്തികൾ കണ്ട് നമ്മൾ മനസ്സിലാക്കണം. കർത്താവായ യേശു പറയുന്നുണ്ട്, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയും. അവരിൽ നിന്ന് വരുന്ന ഫലം കണ്ട് നമ്മൾ അവരുടെ വൃക്ഷം എന്താണെന്ന്, അവരുടെ ഉത്ഭവം പിശാചിൽ നിന്നാണോ കർത്താവായ യേശുവിൽ നിന്നാണോ എന്ന് നമുക്ക് അതുവഴി മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. ഇനി നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ദൈവരാജ്യം എന്നാണ്. മത്തായി സുവിശേഷം 2:2 അതിനെക്കുറിച്ച് പറയുന്നത് യഹൂദന്മാരുടെ രാജാവ് എന്ന് യേശുവിനെ വിളിക്കുന്നുണ്ട്. 7ാമത്തെ പേരാണ് നമ്മൾ പറഞ്ഞു വന്നാൽ 7ാമത്തെ പേരാണ് യഹൂദന്മാരുടെ രാജാവ് എന്ന് യേശുവിനെ വിളിക്കുന്നത്. അത് ആരാണ് വിളിച്ചതെന്ന് നമുക്ക് മത്തായി സുവിശേഷം 2:2 പറയുന്നുണ്ട്. ജ്ഞാനികൾ അന്വേഷിച്ചു. ജ്ഞാനികൾ എന്ന് പറയുന്നത് കിഴക്ക് നിന്ന് വന്ന പൂജരാജാക്കന്മാരാണ് ഈ പറഞ്ഞ ജ്ഞാനികൾ. അവരന്വേഷിച്ചു അവരോട്, ഹെരോദോസിനോട്, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചത്? അവരാണ് ആദ്യമായിട്ട് പറഞ്ഞത് യേശു ക്രിസ്തുവിനെ കുറിച്ച് യഹൂദന്മാരുടെ രാജാവാണ്. മത്തായി സുവിശേഷം 27:11 അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? യേശു ദേശാധിപതിയുടെ മുൻപിൽ നിന്നും ദേശാധിപതി ചോദിച്ചു, ദേശാധിപതി പീലാത്തോസ് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? അപ്പോൾ യേശു തന്നെ അത് ഏറ്റുപറയുവാണ്, നീ തന്നെ പറയുന്നുവല്ലോ. അപ്പോൾ യേശു സമ്മതിക്കുവാണ്, ഞാൻ യഹൂദന്മാരുടെ രാജാവാണ്. യഹൂദൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ സ്തുതിയുടെ ഗോത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. യൂദാ ഗോത്രം, അതാണ് യഹൂദൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സ്തുതിയുടെ ഗോത്രത്തിൽ എഴുന്നള്ളി വന്നവനാണ് കർത്താവായ യേശു. 22ാം സങ്കീർത്തനത്തില് 3-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ സ്തുതികളുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന പരിശുദ്ധൻ എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. ഇസ്രായേലെ സ്തുതിക്കുമ്പോഴാണ് യേശു അവിടെ പ്രത്യക്ഷനാകുന്നത്. ആ സ്തുതിയുടെ സിംഹാസനത്തിലാണ് യേശു ക്രിസ്തു ഉപവിഷ്ടനാകുന്നത്. അല്ലാതെ നമ്മൾ വലിയൊരു രാജകൊട്ടാരം ഉണ്ടാക്കി അതിൽ വലിയൊരു കസേര ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, രത്നങ്ങൾ പതിച്ചതും സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കസേര ഉണ്ടാക്കി കൊടുത്താലും കർത്താവായ യേശുവോട് തിരിഞ്ഞു പോലും നോക്കില്ലെന്ന് ആദ്യം മനസ്സിലാക്കും. ഇസ്രായേൽ സ്തുതിക്കുമ്പോൾ മാത്രമേ ദൈവമായ യേശു എഴുന്നള്ളി വരുള്ളൂ എന്നുള്ളത് വചനത്തിലൂടെ കർത്താവ് തന്നെ പറയുവാണ്. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് യേശുവിനെ കുറിച്ച് പറയുന്ന പേര് വൈദ്യൻ എന്നാണ്. മർക്കോസ് സുവിശേഷം 2:17 ഇങ്ങനെ പറയുന്നു, യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെ അല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. അപ്പൊ യേശു വൈദ്യനായി തീർന്നത് എങ്ങനെയാണ്? യേശു എന്ന് പറയുന്നത് വചനമാണ്. എങ്ങനെയാണ് വചനമാകുന്ന വൈദ്യൻ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് മത്തായി സുവിശേഷം 8:16-17 വചനത്തിൽ പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 8:16-17 വചനങ്ങൾ. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. യേശു നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയെ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. വചനം കൊണ്ടാണ് യേശു ആകുന്ന മനുഷ്യപുത്രൻ ഈ ലോകത്തിൽ, ദൈവപിതാവിന്റെ വചനം കൊണ്ടാണ് ഈ ലോകത്തിൽ രോഗികളെ സൗഖ്യപ്പെടുത്തിയിരുന്നത്. നമ്മൾ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ സൗഖ്യപ്പെടും. പക്ഷെ നമ്മൾ യേശു നടന്ന അതേ വഴിയിലൂടെ നടക്കുന്ന വ്യക്തിയായിരിക്കണം, എന്നാലേ രോഗത്തിന് സൗഖ്യമുണ്ടാവും. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. അടുത്തത് 9ാമത്തെ പേര് യേശുവിനെ കുറിച്ച് 4 പേരുകളായിട്ട് ഒന്നിച്ചു കൊടുത്തിരിക്കുന്നു. യേശയ പ്രവചനം 9-6 വചനം. വിസ്മയനയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാന രാജാവ് എന്നൊക്കെയാണ് യേശുവിനെ കുറിച്ച് യേശയ പ്രവചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണ് യേശയ പ്രവചനം എങ്ങനെ പറയുന്നു? 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, അതായത് ഗുരു, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് യേശു വിളിക്കപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 14:27
ഈ സമാധാന രാജാവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ 14:27 ഇങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. അപ്പോൾ യേശുവിൻ്റെ സമാധാനം എന്ന് പറയുന്നത്, യേശു എന്ത് പറഞ്ഞാലും നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനും നിത്യജീവൻ നിറഞ്ഞവനുമാണ് യേശു. യേശുവിൽ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലം യേശുവിൽ എപ്പോഴും ഉണ്ടായിരുന്നു, സമാധാനമാകുന്ന ഫലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാർക്ക് അന്ത്യോപദേശം കൊടുത്ത സമയത്ത് പറയുവാണ്, ഞാൻ ഇതാ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. അത് ലോകം നൽകുന്നത് പോലെ സമാധാനമല്ല. നമുക്കൊക്കെ സമാധാനം കിട്ടുക എങ്ങനെ? ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും. പക്ഷെ എൻ്റെ നോട്ടത്തിൽ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അവരുടെ സമാധാനം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. കുറേ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാലും അവനത് തന്നെ സംഭവിക്കുന്നു, സമാധാനം നഷ്ടപ്പെടും. അപ്പടി അസ്വസ്ഥതകളായി പണം ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുമോ, കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോവുമോ, അധികാരികൾ എടുത്തുകൊണ്ട് പോവുമോ, ഇതിനെക്കുറിച്ചുള്ള ആകുലതയും വ്യാകുലതയും പരവേശം, സമാധാനമില്ലായ്മ. കാരണം പണം ശരിയായ രീതിയിലാണ് നമ്മൾ ആർജിച്ചതെങ്കിൽ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല, ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല, സമാധാനക്കുറവിൻ്റെ ആവശ്യമില്ല. അതായത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം തരുന്ന സമ്പത്തിൽ കണ്ണീര് കലരില്ല. ദൈവം നമുക്ക് തരുന്ന സമ്പത്തിൽ കണ്ണീര് കലരില്ല. അതൊരിക്കലും ഒരാൾക്കും മോഷ്ടിച്ചുകൊണ്ട് പോകാനോ അധികാരികളെ തട്ടിച്ചെടുക്കാനോ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ലോകം തരുന്നത് പോലുള്ള സമാധാനമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ഒരിക്കലും ആ സമാധാനം നമ്മളിൽ അധികകാലം ദീർഘിച്ച് നിൽക്കില്ല, ഇടയ്ക്ക് വെച്ചത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ സമാധാനത്തിന്റെ രാജാവെന്ന് യേശുവിന് പേര് വന്നതിന്റെ കാരണം തന്നെ യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാവും. വചനം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും. വചനത്തിനെതിരായിട്ട് അവരൊരു കാര്യവും ചെയ്യില്ല. അതുകൊണ്ട് അവർക്ക് എന്നെന്നും സമാധാനം അവരിൽ നിലനിൽക്കും. അതുകൊണ്ടാണ് സമാധാനത്തിന്റെ രാജാവെന്ന് യേശുവിന് പേര് വന്നത് തന്നെ. അടുത്ത പേരാണ് രക്ഷകൻ, അതായത് വിമോചകൻ. യേശയ്യാപ്രവചനം 59:20 കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിലേക്ക് തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിന്റെ സന്തതികളുടെ അടുക്കലേക്ക് കർത്താവ് രക്ഷകനായി വരും. യേശയ്യയിലൂടെ കർത്താവ് വാഗ്ദാനം ചെയ്തതാണ്. എന്താണ്? സിയോനിലേക്ക് തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിന്റെ സന്തതികളുടെ അടുക്കിലേക്ക്. അപ്പൊ യാക്കോബിന്റെ സന്തതികളായിട്ടുള്ളവര്, ഇസ്രായേലിലുള്ളവര്, പഴയ നിയമത്തിലുള്ളവരും പുതിയ നിയമത്തിലുള്ള ഇസ്രായേലുകാർക്കും തിന്മകളുള്ളവരുണ്ട്. അപ്പൊ തിന്മയില്ലാത്തതായ ഇസ്രായേലിന്റെ സന്തതികളായിട്ട് നമ്മൾ മാറിയാൽ മാത്രമേ രക്ഷകൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് തിറക്കുകയുള്ളൂ. അപ്പൊ ഈ ക്രിസ്മസ് നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിന്മ നിറഞ്ഞ ജീവിതത്തിൽ ആസ്വാദ്യത കണ്ടെത്തി ജീവിക്കുന്ന നമ്മളാണെങ്കിൽ തീർച്ചയായും രക്ഷകനായ യേശു നമ്മുടെ സമീപത്തൂടെ വരില്ല. നമ്മളൊരിക്കലും അവിടുത്തെ സാമീപ്യം ഉണ്ടാവില്ല. ദൈവം നമ്മോടുകൂടി ആയിരിക്കില്ല. പ്രൈസ് ലോർഡ്. അടുത്തത് ജീവന്റെ അപ്പം എന്ന് യേശുവിനെ വിളിക്കുന്നുണ്ട്. യോഹന്നാന്റെ വിശേഷം 6:35 യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. നമുക്കൊക്കെ വിശപ്പും പരവേശവും കൂടുതലാണ്, എന്ത് കിട്ടിയാലും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങളെല്ലാം പള്ളികളിലൊക്കെ ഭയങ്കര സദ്യകളാണ്. എനിക്ക് തോന്നുന്നത് 365 ദിവസമുള്ളതിൽ ഏതാണ്ട് 200 ദിവസവും നമ്മുടെ പള്ളികളിൽ സദ്യ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും പേര് പറഞ്ഞൊരു സദ്യ ഉണ്ട്. ബാക്കി 165 ദിവസം മാത്രം ഇല്ലാതെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏത് പള്ളിയിൽ ചെന്നാലും അവിടെ സദ്യ പരിപാടികളും, എന്തൊരു കർമ്മം നടന്നാലും അതിന്റെ പിന്നിൽ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടികൾ. കാരണം എന്താ? നമുക്ക് വിശപ്പാണ്, എല്ലാത്തിനും വിശപ്പാണ്. കാരണം വേറൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാരും യേശുവിന്റെ അടുത്തേക്ക് പോകുന്നില്ല. അതാണ് ഇവിടെ വചനം പറഞ്ഞത്, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കില്ല. യേശുവിന്റെ അടുത്ത്, വചനത്തിന്റെ അടുത്ത് ചെല്ലുന്നവർക്ക് വിശപ്പുണ്ടാവില്ലെന്ന്. ഈ ലോകത്തിലുള്ള വസ്തുക്കളൊന്നും അഭികാമ്യം ഉണ്ടാവില്ല. നമുക്ക് വിശപ്പും പരവേശവും കൂടുതലുള്ളത് യേശുവിനോട് കൂടി അല്ലാത്തത് കൊണ്ടാണ്, ദൈവം നമ്മോട് കൂടി അല്ലാത്തത് കൊണ്ട്. അതാണ് ഈ വചനത്തിലൂടെ പറയുന്നത്. മത്തായി സുവിശേഷം 15:32 എങ്ങനെ പറയണമെന്ന് നമുക്ക് നോക്കാം. അത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. 3 ദിവസം യേശുവിനോട് കൂടി ഉണ്ടായിരുന്ന മനുഷ്യർക്ക് വിശന്നില്ലെന്നാണ് ഈശോ തന്നെ സാക്ഷ്യപ്പെടുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 15:32 യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോട് കൂടെയാണ്. അവർ 3 ദിവസം യേശുവിനോട് കൂടെ ആയിരുന്നിട്ട് അവർക്ക്
വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ യേശു പറയുവാണ്, അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. അവർ വഴിയിൽ തളർന്ന് വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അപ്പോൾ അവർ 3 ദിവസം കർത്താവിനോടുകൂടെ വചനം ശ്രവിച്ചുകൊണ്ട് കർത്താവിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവർ. അതുകൊണ്ട് അവർക്ക് വിശപ്പ് തോന്നിയില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലേക്ക് പോകണമെന്നുള്ള താല്പര്യം അവർക്കുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ 3 ദിവസം പോയിട്ട് 3 മണിക്കൂർ വിശന്നിരിക്കുക. 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും. എങ്ങനെ കട അന്വേഷിച്ച് ഓടും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പാത്രം പോയി അന്വേഷിച്ച് തപ്പാൻ തുടങ്ങുന്നു, പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ കടകളിലേക്ക് ഓടും നമ്മൾ. എന്തുകൊണ്ടാണ്? യേശുവിൽ നമ്മൾ രക്ഷ കണ്ടെത്താത്തത് കൊണ്ട് തന്നെയാണ് എൻ്റെ മക്കളെ നമ്മൾ രക്ഷ കണ്ടെത്താൻ. യേശുവിന് മാത്രമേ നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം മാറ്റാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് പറയുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദാഹിക്കില്ലെന്ന്. ജീവന്റെ അപ്പമായ യേശുവിനെ ഭക്ഷിക്കുന്നവർക്ക് വിശപ്പും ഉണ്ടാവില്ല. ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദാഹവും ഉണ്ടാവില്ലെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പറഞ്ഞ വചനത്തിന്റെ തുടർന്നുള്ള വചനം അതാണ് 6:35, യോഹന്നാൻ 6:35. അപ്പൊ നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ ഉള്ള എന്തുകൊണ്ടാണെന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. 3 ദിവസം അന്നുണ്ടായിരുന്ന യേശുവിനോട് കൂടി ഉണ്ടായിരുന്നവർക്ക് വിശപ്പ് തോന്നിയില്ല. യേശു കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അത് കഴിഞ്ഞ് അവർ വഴിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ യേശുവിന് തന്നെ തോന്നി അവർ ഈ ലോകത്തിലേക്കാണ് പോണത്. ഈ ലോകത്തിലേക്ക് പോയി കഴിയുമ്പോഴാണ് വിശപ്പും ദാഹമൊക്കെ നമുക്കുണ്ടാകുന്നത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ടത് ഓർത്തിരിക്കുക. ജീവന്റെ അപ്പമായ യേശുവിനെ എപ്പോഴും നമ്മൾ സ്വീകരിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് വിശപ്പുണ്ടാവില്ല. ഈ ലോകത്തോടുള്ള വിശപ്പെല്ലാം മാറിപ്പോകും. അടുത്തത് നല്ലിടയൻ. നല്ലിടയൻ എന്നുള്ള പേര് യേശുവിനുണ്ട്. യോഹന്നാൻ സുവിശേഷം 10:11-14. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. നല്ലിടയന്മാർക്ക് മാത്രമേ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ സാധിക്കൂ. തൻ്റെ ആടുകളെ രക്ഷിക്കുന്നവനാണ് ഇടയൻ എന്ന് പറയുന്നത്. നല്ല ഇടയനാണെങ്കിൽ മാത്രമേ ആടുകളുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, അവരുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ രക്ഷയ്ക്ക് ഭഗ്നമായിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി, അവരെ ചെന്നായി പിടിക്കാൻ വരുന്നുണ്ടോയെന്ന് നോക്കി അതെല്ലാം സസൂക്ഷ്മം പരിശോധിച്ചുകൊണ്ട് നടക്കുന്നതാണ് നല്ലിടയന്റെ ലക്ഷണം. യേശു എന്തിനു വേണ്ടി ഈ ലോകത്തിൽ വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിശാചിന്റെ പിടിയിൽ നമ്മൾ രക്ഷിക്കാൻ, പിശാചിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾക്കെതിരെയുള്ളതെല്ലാം നശിപ്പിച്ചു കളയാം. ഇതായിരിക്കണം ഓരോ ഇടയന്റെയും ദൗത്യം. ഇടയനായിട്ടുള്ള എല്ലാവരും ചിന്തിക്കേണ്ടത് ഇത്തരത്തിലാണ്. യേശു ചിന്തിച്ചതുപോലെയാണ്. എവിടെയാണ് ചെന്നയാകുന്ന പിശാച് വന്ന് എൻ്റെ ആടുകളെ ആക്രമിക്കാൻ ഇടയുള്ളത്? ഇടയന്മാരെപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കും. അല്ലെങ്കിൽ അവരെ നല്ല ഇടയെന്ന് വിളിക്കില്ല, ഇടയാന്ന് വിളിക്കാം. നല്ലിടയെന്നുള്ള പേര് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ അനുകരിച്ച് യേശുവിനെ അനുഗമിക്കുന്നവരായിരിക്കും. അല്ലാതെ ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളുടെ പിന്നാലെ പോകുന്നവരായിരിക്കരുത്. ക്രിസ്തു നടന്ന കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും. അതിൽ പീഡകളുണ്ടാവും, കഷ്ടതകളുണ്ടാവും, ദാരിദ്ര്യമുണ്ടാവും, അസ്വസ്ഥതകളുണ്ടാവും, രോഗങ്ങളുണ്ടാവും, കഷ്ടതകളുണ്ടാവും. ഇതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറായാൽ മാത്രമേ നല്ലിടയൻ എന്ന് സ്വർഗം വിളിക്കുകയുള്ളൂ. നമ്മൾ ഈ ലോകത്തിലുള്ളവരൊക്കെ നമ്മളുടെ മായാവിലാസങ്ങളിലും സൂത്രങ്ങളിലൊക്കെ വീണു. ഈ ലോകത്തിലുള്ളവരെ കബളിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അടുത്തത് 13ാമത്തെ പേര് നമുക്ക് ആടുകളുടെ വാതിലെന്ന് യോഹന്നാൻ സുവിശേഷം 10:7 പറയുന്നുണ്ട്, 9 പറയുന്നുണ്ട്. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. 9 പറയുവാണ്, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടാണ് വാതിൽ എന്ന് യേശുവിന് പേര് വന്നു? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ശരിയായിട്ടൊരു വാതിൽ തകർത്ത് ഒരിക്കലും ഒരു ചെന്നായിക്ക് ഒരു ആട്ടിൻതൊഴുത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല, ശരിയായ ഒരു വാതിലാണെങ്കിൽ. അതേസമയം തല്ലിക്കൂട്ട് വാതിലാണെങ്കിൽ ചെന്നായി ഇടിച്ചു പൊളിച്ച് കയറും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനാണ് ആടുകളുടെ വാതിലെന്ന്. ആടുകൾക്ക് കാവലായിട്ടുള്ള വാതിലാണ് യേശു ക്രിസ്തു, ശരിയായ വാതിൽ. വാതിലുകൾ ധാരാളം നമുക്ക് ഉണ്ടാക്കി വെക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള വാതിലായിട്ട് നമ്മൾ തരം താഴരുത്. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ഏകദേശം പിടികിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ
ഈ വാതിലിലൂടെ പ്രവേശിക്കണം. എന്നാലേ നമുക്ക് സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ, സേഫ് ഉണ്ടാവും, സുരക്ഷിതത്വം ഉണ്ടാവും. ശരിയായ വാതില് അടച്ചു വെച്ചാൽ അത് തുറക്കാൻ ഒരു ചെന്നായിക്കും സാധിക്കില്ല. അപ്പം അതേപോലുള്ള ആല, ശരിയായ വാതിലുള്ളതായ ആലയിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ശരിയായ വാതിലുള്ള ആലയിലുള്ള ആടുകളാണെന്നുണ്ടെങ്കിൽ അവർ രക്ഷയിലാണ്. ആലോചിച്ച് നോക്കി ഞാൻ പറഞ്ഞത് എന്താണ്. പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി. അടുത്തത് 14ാമത്തെ പേരാണ് മൂലക്കൽ. മത്തായി സുവിശേഷം 21 അധ്യായം 42 വചനം, അപ്പോസ്തല പ്രവർത്തനത്തിൽ 4 അധ്യായം 11 പറയുന്നുണ്ട്, വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഒന്നുകൂടി വായിക്കാം വചനം. മത്തായി സുവിശേഷം 21 അധ്യായം 42 വചനം, അപ്പോസ്തല പ്രവർത്തനം 4 അധ്യായം 11 വചനം. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. വീട് പണിക്കാർ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. വീട് പണിക്കാർ ആരാണ്? കർത്താവായ യേശു അന്ന് പിറന്ന ഇസ്രായേൽ ഗോത്രങ്ങളാണ് വീട് പണിക്കാർ. അന്നുണ്ടായിരുന്ന പുരോഹിതഗണം, കൂടാതെ നിയമജ്ഞര്, ജനപ്രമാണികൾ, യഹൂദ പ്രമാണികളെല്ലാം വീട് പണിക്കാരായിരുന്നു. അവരെയാണ് പിതാവായ ദൈവം സ്വർഗരാജ്യം, ദൈവരാജ്യം ഈ ലോകത്തിൽ പണിയാൻ ഏൽപ്പിച്ചത്. അതിന്റെ മൂലക്കല്ലായിട്ട് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു. ആ മൂലക്കല്ല് വെച്ച് അവര് പണിയാൻ താല്പര്യം കാണിക്കാതെ അവർ ആ മൂലക്കല്ലിനെ എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ദൈവം എന്ത് ചെയ്ത് ആ മൂലക്കല്ല് എടുത്തുകൊണ്ടുവന്നു പുതിയ ഇസ്രായേലിലായ പുതിയ നിയമത്തിലെ നമുക്ക് വേണ്ടിയിട്ട് മൂലക്കല്ലായി വെച്ച് തന്നു. പുതിയ നിയമത്തിലെ ഇസ്രായേലിലെ ഭവനമാകുന്ന ദൈവരാജ്യം പണിതു. അതിൽ ജീവിക്കുന്നവരല്ല, ആ ഭവനത്തിൽ ജീവിക്കുന്നവരല്ല ദൈവരാജ്യത്തിലാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം. ഈ മൂലക്കല്ലിൽ വെച്ച് പിടിപ്പിച്ചതായ ദൈവരാജ്യത്തിലായിരിക്കണം നമ്മൾ പ്രവേശിക്കേണ്ടത്, ജീവിക്കേണ്ടത്. അപ്പൊ ഈ മൂലക്കല്ല് വെച്ച് പണിത ദൈവരാജ്യത്തിലാണോ എന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക നമ്മളെ കുറിച്ച്. അല്ല എങ്കിൽ നമ്മൾ യേശുവാകുന്ന മൂലക്കല്ലിനെ തള്ളിക്കളഞ്ഞിട്ട് പണിയുന്നതായ, മറ്റ് കല്ല് വെച്ച് പണിയുന്നതായ ദൈവരാജ്യമാണെന്നുള്ള വ്യാജേനയുള്ളതായ പല ഇതുകളിലും പോയി നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയാൻ കാരണം. യേശുവാകുന്ന മൂലക്കല്ലിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളാകുന്ന കൊച്ചു കൊച്ചു കല്ലുകൾ വെച്ച് പണിയുന്നതായ ദൈവരാജ്യത്തിലായിരിക്കണം നമ്മൾ. അതിനോട് കൂടിച്ചേർന്നാണോ നമ്മൾ പോകുന്നതെന്ന് നമ്മളെപ്പോഴും നോക്കണം. പ്രൈസ് ലോർഡ്. അടുത്തത് 15ാമത്തെ പേര് മനുഷ്യപുത്രൻ എന്നാണ് യേശുവിനുള്ള പേര്. യോഹന്നാൻ 6:27. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരം മുദ്ര വെച്ചിരിക്കുന്നു. മനുഷ്യപുത്രനെ കുറിച്ചാണ് പറഞ്ഞത്. മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യേശുവിന് പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിൽ പരിശുദ്ധ മറിയത്തിൽ നിന്ന് ഭൂജാതനായതുകൊണ്ടാണ് മനുഷ്യപുത്രൻ എന്നുള്ള പേര് വന്നത്. യഥാർത്ഥ മനുഷ്യനും യഥാർത്ഥ ദൈവവുമായിരുന്നു യേശു ക്രിസ്തു. യഥാർത്ഥ മനുഷ്യന്റെ പ്രത്യേകത എന്താ? ആദം ദൈവം സൃഷ്ടിച്ച സമയത്ത് യഥാർത്ഥ മനുഷ്യനായിരുന്നു. കാരണം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനും അത്യുന്നതന്റെ ശക്തി കൊണ്ട് നിറഞ്ഞവനായിരുന്നു ആദം. അവൻ ദൈവത്തോട് ഒന്നിച്ച് ജീവിച്ചിരുന്നവനും. അത് വിട്ട് അവൻ പിശാചിനോട് താതാത്മ്യപ്പെട്ടപ്പോൾ മനുഷ്യപുത്രനായ ആ ശരിയായ ഭാവം അവനിൽ നിന്ന് പോയി. പിശാചിന്റെ ഒരു ഉൽപ്പന്നമായിട്ട് അവൻ രൂപാന്തരപ്പെട്ടു. പിശാചിന്റെ വചനങ്ങൾ കേട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പിശാചിന്റെ പുത്രനായിട്ട് മാറി. ദൈവവചനമാകുന്ന വിശുദ്ധ പത്രോസിയ പറഞ്ഞതുപോലെ യഥാർത്ഥ ബീജമാകുന്ന ദൈവവചനത്തിൽ നിന്ന് ഉരുവാക്കപ്പെട്ട ഒരു വ്യക്തി യഥാർത്ഥ മനുഷ്യപുത്രനാണ്. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനും അത്യുന്നതന്റെ ശക്തി നിറഞ്ഞവനുമായിരിക്കും. നിത്യജീവനും പരിശുദ്ധാത്മാവുമായിരിക്കും അവൻ. അവനിൽ നിന്ന് യഥാർത്ഥ യേശു ക്രിസ്തു പുറപ്പെടും.
പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ മനുഷ്യപുത്രൻ തരുന്നതായ നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുകയും, അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യപുത്രരിൽ നിന്ന് പുറപ്പെടുന്നതായ സത്യസത്യമായ വചനം സ്വീകരിക്കുക വഴിയാണ് നമ്മൾക്ക് അനശ്വരമായ അപ്പമാകുന്ന വചനം ലഭിക്കുക. അപ്പൊ അനശ്വരമായ അപ്പത്തിന് വേണ്ടി നമ്മളോട് അധ്വാനിക്കാൻ യേശു ആവശ്യപ്പെടണം. അതായത് ദൈവവചനത്തിന് വേണ്ടി അധ്വാനിക്കണം. നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. അത് ദൈവവചനത്തിന് വേണ്ടിയിട്ടാണോ അധ്വാനിക്കുന്നതെന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നശ്വരമായ അപ്പമാകുന്ന ഈ അരച്ചാണ് വയറ് പോറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓട്ടം മുഴുവൻ സുഖമായിട്ട് തിന്നും കുടിച്ചു ഉല്ലസിച്ചും ജീവിക്കണം. ലൂക്കാസ് സുവിശേഷം 21 പറയുന്നുണ്ട്, 34-35 മുതൽ വായിക്കുമ്പോൾ, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വിഗ്രത, ഇത്തരം പ്രവൃത്തികളിൽ നിങ്ങളുടെ ഹൃദയം മന്ദീഭവിക്കുമ്പോൾ ഒരു കെണി പോലെ ആ ദിവസം വന്നു വീഴും. ആ ദിവസം ഏതാ? മണവാളനായ ക്രിസ്തു എഴുന്നള്ളി വരുന്ന ദിവസം. അന്ന് നമ്മൾ ഈ ജീവിത വ്യഗ്രതയിലും സുഖലോലുപതയിലും മദ്യാസക്തിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് മണവാളനായ യേശുവിനോടുകൂടെ മണവാട്ടിയായി പറന്നു പോകാൻ സാധിക്കില്ല. ആ സമയത്ത് എണ്ണ അന്വേഷിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ എണ്ണ കിട്ടില്ല. എണ്ണ കരുതിയിരിക്കണമെന്ന് മത്തായി സുവിശേഷം 25 1 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. തുടർന്ന് പറയുവാണ്, എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. ഈ അംഗീകാര മുദ്ര എന്ന് പറയുന്നത് എന്താ? എഫേസ്യർക്ക് ലേഖനം 4:30, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. മുദ്ര വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വഴിയാണ്. പിതാവായ ദൈവം മനുഷ്യപുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ മുദ്ര വെച്ചിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യപുത്രനിൽ, യഥാർത്ഥ മനുഷ്യപുത്രനിൽ പരിശുദ്ധാത്മാവും ഉണ്ടാവും, നിത്യജീവനാകുന്ന അത്യുന്നതന്റെ ശക്തി ഉണ്ടാവും. യഥാർത്ഥ മനുഷ്യപുത്രനായിരിക്കണം, അല്ലാത്തവരിലും ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ മുദ്രിതരാക്കുന്നത് പരിശുദ്ധാത്മാവ് വഴിയാണ് നമ്മളെ മുദ്ര വയ്ക്കുന്നത്. തുടർന്ന് യഹോവ എന്നുള്ള പേര്, യേശുവിനുണ്ടായിരുന്ന മറ്റൊരു പേരാണ് യഹോവ. യേശുവിനെ സാക്ഷ്യം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:24, 8:28 പറയുന്നുണ്ട്, ഞാൻ തന്നെ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ആം ഹു ഐ ആം എന്നാണ് അതിന് പറയുന്നത്. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. 8:28 പറയുവാണ്, യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. പിതാവായ ദൈവം യേശുവിനെ പഠിപ്പിച്ചതുപോലെ യേശു സംസാരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ്? കർത്താവായ യേശുവിനെ ഉയർത്തിക്കഴിയുമ്പോൾ, കുരിശിന്മേൽ ഉയർത്തിക്കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇതാ ഇവൻ യഥാർത്ഥത്തിൽ യഹോവയാണ്, ക്രിസ്തുവാണവൻ എന്ന് വിളിച്ചു പറഞ്ഞു, ദൈവപുത്രനാണവൻ എന്ന് വിളിച്ചു പറഞ്ഞു. ഉയർത്തിക്കഴിഞ്ഞപ്പോഴാണ് പലർക്കും ബോധ്യം വന്നത്. ഇപ്പൊ യഹോവ എന്നുള്ള പേരിന് 2 സാക്ഷ്യം കർത്താവായ യേശു തന്നെ പറയുന്നുണ്ട്. ഈ യേശു ക്രിസ്തു യഹോവയാണെന്നുള്ള ബോധ്യം നമുക്കില്ല എങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നതാണ് മുൻവചനത്തിൽ പറഞ്ഞ 8:24 പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യേശു ദൈവപിതാവ് തന്നെയാണെന്നുള്ള ബോധ്യം നമുക്കില്ല എങ്കിൽ, ഫിലിപ്പോസിനോട് കർത്താവ് പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാണ്. ഫിലിപ്പോസെ, നീ എന്നെ കാണുന്നുണ്ടെങ്കിൽ എന്നെ കാണുന്നവൻ പിതാവിനെയും കൂടിയാണ് കാണുന്നത്. അപ്പൊ യേശുവിലൂടെ മാത്രമേ നമുക്ക് പിതാവിനെ ദർശിക്കാൻ പറ്റുള്ളൂ. കാരണം യേശു പിതാവ് തന്നെയാണ്, പിതാവ് യേശു തന്നെയാണ്. അതുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്, ഞാൻ തന്നെയെന്ന്. അതായത് ഞാൻ യഹോവയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. നമ്മുടെ പാപത്തിൽ പലരും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ യേശുവിനെ ദൈവമായിട്ട് കരുതാത്തത് കൊണ്ട് തന്നെ, യഹോവയായിട്ട് അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെയാണ് മക്കളെ. പ്രൈസ് ലോർഡ്. അടുത്തത് സത്യദൈവം. ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായം 20, 21 വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. നാം ആകട്ടെ സത്യസ്വരൂപനിലും ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനുമാണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവൻ. കുഞ്ഞുമക്കളെ, വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും എന്ന് യോനാസിയെ പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും സത്യസ്വരൂപനിലും, യേശുവാണ് സത്യസ്വരൂപനിലും ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിലുമാണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവൻ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും.